ചുരുളി സിനിമാ വിവാദത്തിൽ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്കെതിരായ ആരോപണത്തിൽ ഉറച്ച നടൻ ജോജു ജോർജ് അസഭ്യവാക്കുകളുള്ള സിനിമ ഫെസ്റ്റിവലിനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ അഭിനയിച്ചത്. തുണ്ടുകടലാസിന് പകരം സിനിമയുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച യഥാർത്ഥ കരാർ രേഖ പൂർണ്ണമായി പുറത്തുവിടണമെന്ന് ജോജു ജോർജ് ആവശ്യപ്പെട്ടു. ചുരുളി എന്ന ചിത്രത്തിൽ അസഭ്യമില്ലാത്ത ഒരു പതിപ്പുണ്ടെന്നും ഇതുള്ള പതിപ്പാണ് അവർ റിലീസ് ചെയ്തത് എന്നുമാണ് ജോജു ഉന്നയിച്ച വിമർശനം. താൻ ഇപ്പോൾ ആ വിമർശനം ചുമന്നു നടക്കുകയാണെന്നും അസഭ്യ വാക്കുകളുള്ള പതിപ്പ് അവാർഡിനെ അയക്കൂ എന്നും പറഞ്ഞിരുന്നതായി, അത് റിലീസ് ചെയ്യുന്നെങ്കിൽ പറയേണ്ട ഒരു മര്യാദയുണ്ടായിരുന്നു എന്നുമാണ് ജോജു ആരോപണം ഉന്നയിച്ചത്. തനിക്ക് ചിത്രത്തിൽ അഭിനയിച്ചതിന് പ്രതിഫലം ലഭിച്ചില്ലെന്നും ജോജു ആരോപണം ഉന്നയിച്ചിരുന്നു. കൂടുതൽ പണം കിട്ടിയപ്പോൾ OTTയിലേക്ക് അസഭ്യമുള്ള ഭാഗം നൽകിയെന്നും തന്റെ മക്കളടക്കം ഈ സിനിമയിൽ അഭിനയിക്കരുത് എന്ന് പറഞ്ഞതാണെന്നും ജോജു വാർത്താ സമ്മേളനത്തിലൂടെ ആരോപിച്ചു. എന്നാൽ ചുരുളി വിവാദത്തിൽ ജോജുവിന്റെ ആരോപണത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. ജോജുവിന്റെ വിമർശനങ്ങൾ കാരണം നിർമ്മാതാക്കൾക്ക് വലിയ മനോവിഷമമുണ്ടായെന്നും അതുകൊണ്ടാണ് താൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതെന്നും ലിജോ വ്യക്തമാക്കി. സിനിമയിൽ ഉപയോഗിച്ച ഭാഷയെക്കുറിച്ച് തങ്കൻചേട്ടന് നല്ല ധാരണയുണ്ടായിരുന്നെന്നും ലിജോ പരിഹസിച്ചു. ചിത്രീകരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സിനിമയുടെ കഥയും അതിന്റെ അവതരണ രീതിയും സംഭാഷണ ശൈലിയും ജോജുവുമായി സംസാരിച്ചിരുന്നെന്നും ലിജോ പറയുന്നു. ചുരുളിക്ക് സെൻസർ ബോർഡ് A സർട്ടിഫിക്കറ്റാണ് നൽകിയതെന്നും ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടില്ലെന്നും അതിനാൽ പൊതുജനങ്ങൾക്ക് വേണ്ടി മറ്റൊരു പതിപ്പ് പുറത്തിറക്കേണ്ട ആവശ്യമില്ലായിരുന്നെന്നും ലിജോ വ്യക്തമാക്കി. സിനിമയിലെ ഭാഷയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വന്ന കേസിൽ വിധി തങ്ങൾക്ക് അനുകൂലമായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 ദിവസം മാത്രം ആവശ്യമായി വന്ന അതിഥി കഥാപാത്രത്തിന് 5 ലക്ഷത്തോളം രൂപ പ്രതിഫലമായി നൽകിയെന്നും ഒരു അതിഥി വേഷത്തിന് ഇത്രയും വലിയ തുക നൽകിയിട്ടും സിനിമയുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് ശരിയല്ലെന്നുമാണ് ലിജോയുടെ പ്രധാന വിമർശനം. 5 ലക്ഷത്തിൽ പരം രൂപ നൽകിയതിന്റെ തെളിവുകളും ലിജോ പുറത്തുവിട്ടിട്ടുണ്ട്.